ഹലോ വെൽക്കം ബാക്ക്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യമാണ് പ്രണയം. നിലച്ചിരിക്കാതെ അത് വന്നു ചേരും, നാം അറിയാതെ നമ്മെ സ്വന്തമാക്കും. പിന്നീട് എന്നും ചിലപ്പോൾ അത് നമുക്ക് വേദന തരും. ഇന്നത്തെ ആ പ്രണയ കഥയിലേക്ക് നമുക്ക് പോകാം. അവൾ എന്നെ വീണ്ടും വിളിച്ചു. ഈ ആഴ്ചയിൽ തന്നെ 3-ാം തവണയാണ് അവൾ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്. ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി. നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഷീ ലുക്ക്ഡ് വീക്ക്, ഷീ ലുക്ക്ഡ് ഫ്രജൈൽ. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ഷീ സെഡ് ഐ മിസ് യു. ഞാനെന്ത് മിണ്ടാനാ? ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഐ ജസ്റ്റ് കെപ്റ്റ് ക്വയറ്റ്. എന്ത് കാര്യത്തിനു വേണ്ടിയാണെങ്കിലും, അതിന് പിന്നിൽ എന്ത് റീസൺ ആണെങ്കിലും എനിക്കിതിനെ വേണ്ട എന്ന് കേൾക്കാനായിട്ട് നമുക്ക് പറ്റുമോ? അവനില്ലാതെ ഞാനില്ല എന്ന് ഹൃദയം പൊട്ടി പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് ഭാവിക്കാൻ എങ്ങനെ കഴിയുന്നു? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മൗനത്തിനാഴത്തിൽ അളവില്ലാ സ്വപ്നങ്ങൾ, കൈക്കുമ്പിൽ നിറയെ കോരിയെടുക്കാൻ എന്തേ നീ വന്നില്ല? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ? പലപ്പോഴും നമ്മളൊരു പ്രണയത്തെ ചോദിച്ചു പോകാറുണ്ട്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നല്ല മഴയുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. അപ്പോൾ അവളെ ഞാൻ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. വഴിയിലൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വരുന്നു എന്ന് ചോദിച്ചു. ഐ സെഡ് നോ. മനസ്സെന്തോ പറഞ്ഞിടത്തൊന്നും നിൽക്കുന്നില്ല എന്നൊരു തോന്നല്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മഴയായതുകൊണ്ടായിരിക്കാം തിക്കും തിരക്കും ക്യൂവും ആകെ ബഹളം. അവളെന്നെ മുഖത്തേക്ക് നോക്കി. എന്തോ അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ഞാൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അവൻ എന്തിനായിരിക്കും അവളെ വേണ്ട വേണ്ട എന്ന് പറയുന്നേ? എന്തിനാ അവളോട് ഇത്രയും ഹാർഷായിട്ട് പെരുമാറുന്നേ? സത്യത്തിൽ അവൻ അവളോട് സ്നേഹമില്ലേ? ഇങ്ങനത്തെ പല ചോദ്യങ്ങളും ഒരു പ്രണയ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലേ? ഈ പ്രണയ കഥയിൽ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുമില്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കാട്ടോ. നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് വിതൗട്ട് എനി റീസൺ ലാസ്റ്റ് ദി ലോങ്സ്റ്റ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഒരു കാര്യമില്ലാതെ വേണം പ്രണയിക്കാനായിട്ട്. എന്തെങ്കിലുമോ ഏതെങ്കിലുമൊക്കെയോ ഒരു കാരണമാണ് പ്രണയത്തിന് പിന്നിലെങ്കിൽ ആ പ്രണയം നീണ്ടു നിൽക്കത്തില്ല. കാരണം അതേ കാരണം ഇല്ലാതാകുന്നതോടെ ആ പ്രണയവും ഇല്ലാതാവും. റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കാരണം ഞാൻ അവളെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മഴ അപ്പോഴും ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പഴയൊരു മഴയുടെ കഥ ഞാൻ ഓർത്തു. അന്ന് ഇതുപോലൊരു മഴയത്തായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ആക്ച്വലി ഒരേ ബിൽഡിങ്ങിലായിരുന്നു. ഞാനും അവളും പിന്നെ 2 പേര് കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഒരിക്കലും കരുതിയില്ല ഞങ്ങളിങ്ങനെ പ്രണയത്തിലാവുന്ന. മഴ അതന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ അവസാന വർഷം ഏതോ ഒരു മഴയത്ത് ഞങ്ങൾ പ്രണയത്തിലായി. പ്രണയം പലപ്പോഴും ഇങ്ങനെയല്ലേ? നമ്മുടെ കൂടെ ഉണ്ടാവും, ഉള്ളിലുണ്ടാവും, പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നില്ല. ഒന്ന് പറയാം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേർക്കും പ്രണയം സംഭവിക്കുന്നത് അടുത്തറിഞ്ഞ് കഴിയുമ്പോഴല്ലേ. വിജയ് സാനിയൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഐ ലവ് യു എന്ന്. പിന്നെ സുജാത ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. മധു ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സഞ്ജിനിക്ക് വേണ്ടിയിട്ടാണ്. ഐ ലവ് യു മൈ സ്വീറ്റ് ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ലാം ചിത്രയ്ക്കൊരു മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യു സോ മച്ച്, പ്ലീസ് ബി മൈൻ. ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കണോ? നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം മനസ്സിൽ വിരിയുന്ന പൂക്കളുടെ വർണ്ണമാക്കാം. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM കൂടെ റീനു. മനസ്സിൽ വിരിയുന്ന ആ പൂക്കളുടെ വർണ്ണം ഏതാണെന്നൊക്കെ കൃത്യം കണ്ടുപിടിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ പ്രണയത്തിലാകുമ്പോൾ ഒന്ന് പറയാം, മനസ്സ് ഒരു പൂന്തോട്ടമാകും. മഴ തോർന്നതോടുകൂടി ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് അധികം ദൂരമില്ല. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയാ പക്ഷെ അവൾ എൻ്റെ കൂടെ നടന്നത്.
പോകുന്ന വഴിക്ക് ഞങ്ങൾ പണ്ട് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു. where we used to sit together. ചിരിക്കാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ആ പാർക്കിൽ ഞങ്ങൾ പണ്ട് പോവുമായിരുന്നു. അവിടെ എന്നെയും കൂട്ടി വീണ്ടും ആ പാർക്കിലേക്ക് കയറി. ഞങ്ങൾ സ്ഥിരമായിരിക്കാറുള്ള ബെഞ്ചിലിരുന്നു. അവൾ എന്നെ നോക്കി പൊട്ടിക്കരഞ്ഞു. ഐ കുഡന്റ് ടേക്ക് ഇറ്റ് എനിമോർ. എന്താ പറയേണ്ടെന്നോ ചെയ്യേണ്ടെന്നോ എനിക്ക് അറിഞ്ഞില്ല. ബട്ട് ഐ ജസ്റ്റ് വാക്ക്ഡ് ഔട്ട് ഓഫ് ദി പ്ലേസ്. ഞാൻ ആ പാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി. എത്ര കഠിന ഹൃദയമുള്ള ഒരാളും കണ്ണീരിലലിയും. പ്രണയം സത്യമാണെങ്കിൽ മാത്രം കേട്ടോ. പ്രണയമില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്ന അവര് പ്രിയപ്പെട്ട ആളുടെ കണ്ണീരിന് മുന്നിൽ തളർന്നു പോകും. പക്ഷേ ഇയാൾ എന്താ ഇങ്ങനെ? എനിക്കുമുണ്ട് അറിയാൻ ആകാംക്ഷ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.